ദേവദാസ്, സാവിത്രി, ദേവദാസ്. അല്ല, അമ്മാവനും വന്നോ? ഓഹോ, അമ്മാവനും മോളും കൂടി വിവാഹ വാർഷികത്തിന്റെ സദ്യ കൊണ്ടാൻ വന്നതായിരിക്കും. ഇവിടെ ആരും ഇല്ലേ? ആരും കാണുന്നില്ലല്ലോ. ഞാൻ ഇവിടെ നിൽക്കുന്ന കണ്ടില്ല. നിന്നെ ആർക്ക് കാണണം? നീ എന്റെ അനന്തരവൻ ദേവദാസിന്റെ കാര്യസ്ഥനല്ലേ? ആയിക്കോട്ടെ, പക്ഷേ വിവാഹാഘോഷ പരിപാടിയെല്ലാം നിർത്തി വെച്ചിരിക്കുകയാണ്. അതാ നല്ലത്. 10-12 വർഷമായില്ലേ ആഘോഷിക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായി? ഒരു പക്ഷേ സാവിത്രി ചേച്ചിക്ക് വല്ല വിശേഷം ഉണ്ടായിരിക്കും അച്ഛാ. സാവിത്രി ചേച്ചിക്ക് വിശേഷം? അതിന് വേറെ വല്ല സ്ത്രീകളെ അന്വേഷിക്കണം. അതെ, മോഹൻ വന്നിട്ടില്ല, അവനോട് ചോദിച്ചാൽ. എന്താ മോഹന, വല്ല ശങ്ക വല്ലതുണ്ടോ? ശങ്കയോ? എന്ത് ശങ്ക? ആർക്ക് ശങ്ക? അല്ല, സാവിത്രിക്ക് ഗർഭത്തിന്റെ വല്ല അസ്ഖ്യത ഉണ്ടോ എന്ന് ചോദിക്കായിരുന്നു. അത് കൊള്ളാം. സഹോദരിക്ക് ഗർഭമുണ്ടോ എന്ന് സഹോദരനോടാണ് ചോദിക്കുന്നത്. നിങ്ങൾ എന്തൊരു മനുഷ്യനാണ് ഹേ. അതൊക്കെ ഇരിക്കട്ടെ, ഈ പെണ്ണ് പ്രസവിക്കുന്നാണോ നിന്റെ വിചാരം? അയ്യോ, അതിന് ഈ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞില്ലല്ലോ. എന്റെ മകളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ സാവിത്രിയുടെ കാര്യമായിട്ട് ഇവിടെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അമ്മാവനെ അറിയിക്കാതിരിക്കും. അതിന് വിശേഷം വല്ലതും ഉണ്ടായിട്ട് വേണ്ടേ? അല്ല, ഉണ്ടാവുമ്പോ അമ്മാവനെ അവിടെ വന്ന് അറിയിക്കും, ഇങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടുണ്ടാന്ന് പറയുകയായിരുന്നു. നീ മിണ്ടായിരിക്കാം ദേവദാസ്. ഇവൻ ഇവിടുത്തെ ആരാ? കാര്യസ്ഥനാണോ അതോ മുതലാളിയാണോ? ഇതെന്താ ഒരു പുതിയ ചോദ്യം? ഇവന്റെ അപ്പൂപ്പന്മാരുടെ കാലം തൊട്ടേ അവരിവിടുത്തെ കൃഷിക്കാര്യങ്ങളും മറ്റും നോക്കുന്നവരാണെന്ന് അമ്മാവൻ അറിഞ്ഞൂടെ? അത് അറിഞ്ഞുകൊണ്ട് തന്നെയാ ചോദിച്ചത്. പക്ഷെ ഇവന്റെ ഭാവം മട്ടുമൊക്കെ കണ്ടാലുണ്ടല്ലോ, ഇവിടെ നിന്നെക്കാൾ അധികാരം അവനാണെന്ന് തോന്നുന്നു. സാരമില്ല അമ്മാവൻ, സഹിച്ചുകളാണ്. എനിക്ക് പോകാൻ നേരമായി. അമ്മാവൻ ഇവിടെ തന്നെ കാണുമല്ലോ. വേണമെങ്കിൽ ഇവിടെ തന്നെ കാണും. രാധിക ഇന്ന് കോളേജിൽ പോകുന്നില്ലേ? അവൾ ഇവിടെ വരാൻ വേണ്ടി ഇന്ന് കോളേജിൽ പോയില്ല. എനിക്ക് അത്യാവശ്യമായി ഒന്ന് നാട്ടിൽ പോകണമായിരുന്നു. എന്താ ഇത്ര വലിയ അത്യാവശ്യം? അമ്മാവിക്ക് തീരെ സുഖമില്ലെന്നും പറഞ്ഞ ഒരു കത്തുണ്ടായിരുന്നു. അസുഖം അമ്മായിക്കോ അതോ അമ്മായിയുടെ മോക്കോ? അയ്യോ, അമ്മായിക്ക് തന്നെയാണ്. ഞാൻ പോയിട്ട് ഉടനെ വരാം. എന്നാ കാറെടുത്ത് പോ. അയ്യോ വേണ്ട, ഞാൻ ബസ്സിൽ പൊയ്ക്കോളാം. കാറെടുത്ത് പോടാ, ഇവിടെ ധാരാളം ജോലിയുണ്ട്. അവിടെ താമസിച്ചോളേ. ശരി. ഞാൻ കൊണ്ടുവന്നല്ലേ? തൊട്ട് കളിക്കുന്നോ? ഇനി നീ ഇങ്ങോട്ട് കയറ്. നല്ല കാറ്. ശ്രീയേട്ടൻ എവിടെ നീ കാറ് കിട്ടി? ഇത് മുതലാളിയുടെ കാറാ. നിന്നെ കാണാൻ തിടുക്കമായപ്പോ അമ്മായിക്ക് അസുഖമാണ്, കത്ത് വന്നിരിക്കുന്നു, മുതലാളിയുടെ അങ്ങ് തട്ടിവിട്ടു. അയ്യോ, നല്ല ആളാ. വേഗം തിരിച്ചു വരാൻ വേണ്ടി കാറും തന്നെ അയച്ചിരിക്കുക. നീ ഇങ്ങോട്ട് കയറ. വാടാ, നിന്റെ അമ്മായിയുടെ അസുഖമല്ല അങ്ങനെയുണ്ട്? അല്ല, മുതലാളി പെട്ടെന്ന് ഇങ്ങോട്ട് വരുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? വരൂ ലക്ഷ്മി, നിന്നെ കാണാനാണ് ശ്രീധരൻ ഓരോ കള്ളവും പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നത് അല്ലേ? ഞാൻ ഉടനെ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അതുകൊണ്ടാണ് അതിന് മുമ്പ് ഞങ്ങളോട് എത്തിയത്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ലക്ഷ്മിയുടെ അമ്മയോട് സംസാരിച്ചു കഴിഞ്ഞു. മോളെ, നീ അറിഞ്ഞോ? മുതലാളി ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ്. ശ്രീധരോ, എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നീ ബുദ്ധിമുട്ടുണ്ട്. നാളെ തന്നെ നിങ്ങളുടെ വിവാഹം നടത്തി നിങ്ങളെ രണ്ടുപേരെയും കൊണ്ട് ഞങ്ങൾ പോവും. ബംഗ്ലാവിന്റെ കാമ്പൗണ്ടിൽ തന്നെയുള്ള ചെറിയ വീട് ഒരുക്കിയിടാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് പോകുന്നത്. വരണം വരണം. വലത്ത് കാല് വെച്ച് ഐശ്വര്യമായിട്ട് അകത്ത് കിടക്കും. ഇനി ലക്ഷ്മി വിളക്ക് കൊളുത്തണം. ഇനി മുതൽ ഇതാണ് ശ്രീധരന്റെ വീട്. രണ്ടുപേരും സർവ്വവിധ ഐശ്വര്യങ്ങളോടും കൂടി ഇവിടെ താമസിക്കാം. ഞങ്ങളുടെ ഐശ്വര്യം മുതലാളിയും കൊച്ചമ്മയുമാണ്. സാവിത്രി, ഇനി നമ്മളിവിടെ നിൽക്കുന്നത് ശരിയല്ല. ഇവർക്ക് പല പരിപാടികളും കാണും. ബാപ്പോ, അപ്പോ ഞങ്ങൾ വരട്ടെ. നല്ല മനസ്ഥിതിയുള്ള പണക്കാരും ഉണ്ടോ ശ്രീയേട്ട? സ്വന്തം സഹോദരിയോട് എന്ന പോലെയല്ലേ എന്നോട് പെരുമാറുന്നത്? അവരങ്ങനെയാണ് ലക്ഷ്മി.
മതി നാണിയമ്മേ. അതുകൂടി കഴിക്കണം. അയ്യോ എനിക്ക് മതി. നല്ലോണം കഴിച്ചോടാ, പാടത്ത് പണിയെടുപ്പിക്കാനുള്ളതല്ലേ. ഒരു 4 എണ്ണം കൂടെ കൊടുത്തിട്ടില്ലേ? അങ്ങോട്ട് കൊടുക്കുന്ന അണിയമ്മേ. അയ്യോ വേണ്ട വേണ്ട, ഇത് മതി. മതി നാണിയമ്മേ. എന്തായാലും ഇതേതാ കുഞ്ഞ്? നോക്കൂ, നല്ല ഭംഗിയല്ലേ? എന്റെ മകളുടെ കുഞ്ഞാണ്. അവൾ ഇന്ന് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വന്നതേ ഉള്ളൂ. എവിടെ നീ തരൂ. ഒരു കുഞ്ഞിനെ എടുക്കാൻ എന്തൊരു കൊതി. ഈ കുഞ്ഞിനെ നമുക്ക് തരുമെന്ന് ചോദിച്ചു നോക്ക്. ചോദിച്ച തരുമോ? ചോദിച്ചു നോക്ക്. അവർക്ക് ഇനിയും പ്രസവിച്ചെടുത്തൂടെ? എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു അമ്മ സ്വന്തം കുഞ്ഞിനെ കൊടുക്കുമോ? ഈശ്വരൻ വേണമെങ്കിൽ ഞങ്ങളുടെ സ്വത്ത് മുഴുവനും അങ്ങ് എടുത്തോട്ടെ ശ്രീധര. പകരം ഇതുപോലെ ഓമന കുഞ്ഞിനെ തന്നാൽ മതി. സന്താന സൗഭാഗ്യമില്ലാത്തവന്റെ സ്വത്തും ജീവിതവുമെല്ലാം വ്യർത്ഥം. ഇതൊന്നും ഞാൻ നിന്നെ ദുഃഖിപ്പിക്കാൻ പറഞ്ഞല്ല സാവിത്രി. നമ്മുടെ അവസ്ഥയെപ്പറ്റി അല്പം ഓർത്തുകൂടി, അത്രമാത്രം. ഇനി തന്നേക്ക്. വരൂ, വേറെ ഡ്രസ് എടുത്തു തരാം. എങ്കിലും എന്റെ മകൾക്കൊരു കല്യാണം ആലോചിക്കട്ടെ എന്ന് ചോദിക്കാൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നോടോ ജോത്സനെ? അത് കൊള്ളാം. കല്യാണം ആലോചിക്കുന്നതിന് ധൈര്യം എന്തിന്? പെൺകുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ചെറുക്കന്റെ ആൾക്കാർ കല്യാണാലോചനയായിട്ട് വരും. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുക. എന്നാ എനിക്കിഷ്ടമല്ല. ഒരു സംശയം ചോദിച്ചോട്ടെ? ഓ ധാരാളം. അപ്പോ പെണ്ണിനെ കല്യാണമേ കഴിപ്പിക്കില്ലെന്നാണോ? കല്യാണം കഴിപ്പിക്കും, അത് അതിന്റെ സമയമാവുമ്പോ. അതിനായിട്ട് അപ്പൊ ഒരാൾ വരികയും ചെയ്യും. അല്ല അവതാര പുരുഷനോ മറ്റോ? ആരേടോ അവതാര പുരുഷൻ തന്നെ, നല്ല ഒന്നാം തരം ഒരു കോടീശ്വരൻ. അതിനു വേണ്ടിയാ ഞാൻ അവളെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഈ നേർച്ചക്കോഴിയെ വളർത്തുന്ന പോലെ. എന്ത് കോഴിയെങ്കിലും അവിടെ താൻ എന്റെ വാരിന് പോകും. താൻ ഈ കവടി വെച്ച് നോക്കുന്നതിന് പുറമെ ഈ കല്യാണം ഇല്ലാണ്ട് ജോലിയും കൂടെ എന്ന് തുടങ്ങി. അത് പണ്ടേയുള്ള പണിയല്ലേ. കല്യാണത്തിനാണെങ്കിൽ ഏതായാലും ജോലിച്ചു നോക്കണം. എന്നാ പിന്നെ ഇത് രണ്ടും കൂടെ ഞാൻ തന്നെ നോക്കളയാമെന്ന് വിചാരിച്ചു. ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. ഉള്ള കാര്യം അവിടെ തുറന്നു പറയാമല്ലോ ജോത്സരി. എന്റെ മനസ്സിലൊരു കാര്യമുണ്ട്. എന്നാൽ വേറെ സത്യം ഞാൻ ഇനി അങ്ങോട്ട് പറയട്ടെ. ഞാനത് കണ്ടപ്പോഴേ മനസ്സിലാക്കി. മനസ്സിലാക്കിയോ? എങ്കിൽ അത് നടക്കുമോ ഇല്ലെന്ന് നമുക്കൊന്ന് അറിയണം. കവടി എന്ത് പറയുന്നു നോക്കിയാട്ടെ. നോക്കളെ. അപ്പോ കടലാസ് വിട്ടൊരു ദക്ഷിണ വെച്ചാൽ. കടലാസോ? നാണയമായാ പോലെ. അല്ല, നാണയം നുണ രണ്ടിലും നായുണ്ട്. അതുകൊണ്ട് കടലാസ് കൊണ്ട് തന്നെ ദക്ഷിണ വെക്കണം. കടലാസിലും സത്യത്തിലും രണ്ടിലും സായുണ്ടല്ലോ അല്ലേ? അതെ. ജോത്സരുടെ അഭിപ്രായ പ്രകാരം തന്നെ ആയിക്കോട്ടെ. ഈശ്വരാ. ഭഗവാനേ ഗുരുവായൂരപ്പ. ഇനി നോക്കളെ. ദൈവാധീനം സമഷ്ടിയാണ്. ഉദ്ദിഷ്ട കാര്യം നടന്നേ തീരും. നടക്കുമല്ലോ. പിന്നെ ജ്യോത്സ്യം തെറ്റോ? ഇത് കണക്കല്ലേ. സമാധാനം. എന്നാ ഇനി ഞാൻ ആ കാര്യം കൊണ്ട് പറയാം. എനിക്കൊരു അനന്തരവനുണ്ട്, ദേവദാസ്. അവന്റെ ഭാര്യ മറ്റിയ പ്രസവിക്കൂല. അപ്പൊ അവനെ കൊണ്ട് എന്റെ മകളെ കല്യാണം കഴിപ്പിക്കാമെന്നാണ് എന്റെ പ്ലാൻ. അത് നടന്നാ പിന്നെ ഞാൻ ആരാ? ഒരു കോടീശ്വരന്റെ ഫാദർ ഇൻ ലാ. മോളെ രാധികെ, നീ വാ. നീ പഠിച്ചതൊക്കെ മതി. നിന്റെ വിവാഹം ഉടനെ നടക്കും. അയ്യോ അച്ഛാ. എടീ, ഞാൻ പറയുന്നതല്ല, കബഡി പറയുന്നതാ. കവടിയോ? കബഡി കബഡി എന്ന് കേട്ടിട്ടില്ലേ? ജ്യോത്സ്യം. ഞാനിപ്പോ നോക്കി പറഞ്ഞതാ. എനിക്കിപ്പോ കല്യാണം വേണ്ടച്ചാ. ഇപ്പൊ കല്യാണം കഴിക്കാൻ എന്താ അവിടെ പന്തലിട്ടേക്കണോ? തൽക്കാലം എന്റെ കോടീശ്വരി കോളേജിലൊക്കെ പോയിട്ട് വാ. നിന്നെ എന്റെ അനന്തരവൻ ദേവദാസിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു.